കോഴിക്കോടും മഴക്കെടുതി രൂക്ഷമാണ്. ഇപ്പോൾ കക്കയം ഡാമിലെ ജലനിരപ്പ് ഉയരുന്നുണ്ട്. നിലവിലെ സ്ഥിതി എങ്ങനെയാണ്? മഴ അല്പം മാറി നിൽക്കുന്നുണ്ടോ? ഇത് കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും പ്രധാനമായും ആളുകൾ അല്ലെങ്കിൽ ജില്ല ഉറ്റുനോക്കുന്നത് കക്കയം ഡാമിന്റെ ജലനിരപ്പ് ഉയരുമോ എന്നുള്ള കാര്യമാണ്. ജലനിരപ്പ് ഇനിയും ഉയരുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ റെഡ് അലർട്ട് പ്രഖ്യാപിക്കുകയും ഡാം തുറന്ന് വിടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ പെരുവണ്ണാമൊഴി റിസർവറിലൂടെ അത് കുറ്റ്യാടി പുഴയിലെത്തും. ഒപ്പം തന്നെ പൂനൂർ പുഴയിലും വെള്ളമെത്തും. നിലവിൽ തന്നെ കുറ്റ്യാടി പുഴയിൽ ജലനിരപ്പ് ഉയർന്നു നിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അത് ജലം പുറത്തേക്ക് വരുന്ന അല്ലെങ്കിൽ കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ഭരണകൂടവും ദുരന്ത നിവാരണ അതോറിറ്റിയും ഒക്കെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്നലെ രാവിലെ 755.5 മീറ്റർ ആയിരുന്നു കക്കയം ഡാമിലെ ജലനിരപ്പ്. അത് വൈകിട്ടോടുകൂടി 756.5 ഉയർന്നിട്ടുണ്ട്. അത് ആദ്യം ബ്ലൂ അലർട്ടും പിന്നീട് ഓറഞ്ച് അലർട്ടുമായി പ്രഖ്യാപിക്കുകയായിരുന്നു. ഇന്നലെ വൈകിട്ടോടുകൂടി രാത്രിയോടുകൂടിയാണ് അത് റെഡ് അലർട്ടായി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളൊരു മുന്നറിയിപ്പ് എക്സിക്യൂട്ടീവ് ജില്ലയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ആശ്വാസകരമായ ഒരു കാര്യം, ഇന്നലെ രാത്രി മലയോര മേഖലയിലും ഉൾപ്രദേശങ്ങളിലും ഒന്നും വലിയ തോതിലുള്ള മഴ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരാനുള്ള സാധ്യത കുറവാണെന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കണം. പക്ഷേ ഇന്ന് രാവിലെയും പകൽ സമയമുള്ള സമയത്തൊക്കെ മഴയുടെ ഗതി എന്തായിരിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ ശക്തമായ മഴ പെയ്യുകയാണെങ്കിൽ കുറ്റ്യാടി പുഴയിലും കുന്നൂർ പുഴയിലുമൊക്കെ ജലം കരകവിഞ്ഞൊഴുകുകയും കൂടുതൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. ഒപ്പം തന്നെയാണ് ചാലിയാർ പുഴയിലും ഇരുവഴി പുഴയിലും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. മലപ്പുറം നിലമ്പൂർ ഭാഗത്തുള്ള വനപ്രദേശത്തുള്ള കനത്ത ശക്തമായ മഴ അത് ഇവിടെ ചാലിയാർ പുഴയും കോഴിക്കോടുമായി ബന്ധപ്പെടുന്ന ചാലിയാർ പുഴയിലേക്ക് അത് ജലനിരപ്പ് ഉയരുന്ന സാഹചര്യം ഉണ്ടാക്കിയിരുന്നു. മാവൂര് കൂളിമാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇന്നലെ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായി. ഇവിടെയും മഴ ശക്തമായി തുടരുകയാണെങ്കിൽ ആശങ്കയുണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകും. ഒപ്പം തന്നെയാണ് ഈ ഇന്നലെ പ്രധാനമായും ഉണ്ടായിരുന്നത് ഈ ചുഴലി കാറ്റ് പല സ്ഥലങ്ങളിലും വലിയ നാശനഷ്ടം ഉണ്ടാക്കിയിരുന്നു. മരങ്ങൾ വീണ് വീടുകളിലേക്കും വ്യാപാര സ്ഥാപനങ്ങളിലേക്കും ഒക്കെ വീണ് ഉള്ള നാശനഷ്ടം ഇന്നലെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ജാഗ്രത മുന്നറിയിപ്പുകളൊക്കെ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്നലെ ജില്ലാ കളക്ടറുടെ നിർദ്ദേശം ഉണ്ടായിരുന്നത് അതത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രധാനാധ്യാപകർക്കും പ്രിൻസിപ്പൽമാർക്കുമൊക്കെ ആ സ്ഥലത്തെ സാഹചര്യം പരിശോധിച്ച് അവധി നൽകാമെന്നായിരുന്നു അറിയിപ്പുണ്ടായിരുന്നത്. ഇന്നലെ രാത്രി വൈകിയോടുകൂടി കോഴിക്കോട് DDയുടെ നിർദ്ദേശം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവധി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഉത്തരവുണ്ടായിട്ടുണ്ട്. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും കണ്ണൂരും കോഴിക്കോടും ഒക്കെ ഈ പറഞ്ഞ പോലെ മഴക്കെടുതി രൂക്ഷമാണ്. പക്ഷേ രണ്ട് ജില്ലകളിലും ഇപ്പോൾ മഴ മാറി നിൽക്കുന്നത് അല്പം ആശ്വാസകരമാണ്.